ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ചിലങ്ക പൂജയാണ്. അതെൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും സന്തോഷമായിട്ടും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പം രാവിലെ 4 മണിക്ക്. ഈ ദിവസം അഷ്ടമി രോഹിണിയും കൂടെയാണ്. പക്ഷേ അഷ്ടമി രോഹിണി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ 6 തൊട്ട് 7 വരെ നല്ലൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ അഭിഷേകവും പാൽപ്പായസവും ഒക്കെ വെച്ച് കൃഷ്ണന് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇത് ഞാൻ ഗാർണിയറിൻ്റെ ഒരു ഫേസ് ഷീറ്റ് മുഖത്തിടുവാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻ്റൊക്കെ പോകുമ്പോൾ ഈ ഫേസ് ഷീറ്റ് ഇടുന്നത് നല്ലതാണ്. ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചാണ് കേട്ടോ. പല ടൈപ്പ് കിട്ടും. ഉപയോഗിക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലൊരു സംഭവം ഇടുന്നത് നല്ലതാണ്. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ്. പുറത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ പോകുമ്പം ഈ ഫേസ് ഷീറ്റ് ഇടും. പിന്നെ കാപ്പിയൊക്കെ ഇടുവാണ് മുരളിയേട്ടനും എനിക്കും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ റെഡിയാകാൻ വരുന്നുണ്ട്. ഞങ്ങൾ അരങ്ങേറ്റത്തിനുള്ളൊരു ഫ്രണ്ട് റെഡിയാകാൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാപ്പിയൊക്കെ ഇട്ടു. രാവിലെ 4 മണിക്കാണ് കേട്ടോ ഈ പരിപാടിയെല്ലാം ചെയ്യുന്ന, വിളക്കൊക്കെ കത്തിക്കലും. ഇതാണ് അമിതയുടെ മേക്കപ്പ് ഞാനാണ് ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അമിത മേക്കപ്പ്. ഈ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് അല്ലേ. ഇത് കാക്കനാട് തന്നെയുള്ള പാട്ടുപുരയ്ക്കൽ ദേവി ക്ഷേത്രം. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാവരും ICHC എന്ന് പറഞ്ഞിട്ട് കാക്കനാടുള്ളൊരു ഡാൻസ് ക്ലാസ്സാണ്. അപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത്. ഇതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ ഗായത്രി. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള വേറൊരു സെറ്റ് കാര്യം വെച്ചാൽ ഡാൻസ് ക്ലാസ് ഞങ്ങൾ പഠിക്കുന്ന ഗായത്രി ഞങ്ങളുടെ സ്കൈലൈനിൽ തന്നെയുള്ളൊരു ക്ലബ് ഹൗസിൽ വെച്ചിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഗായത്രിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അപ്പോൾ ഇത് ഗായത്രിയുടെ ചെറിയമ്മ മീന ടീച്ചർ. ഇവർ രണ്ടുപേരുമാണ് ICHCയുടെ ഡയറക്ടേഴ്സ്. അവരുടെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് ICHC കാക്കനാടാണ് കേട്ടോ. അപ്പം അവർ ആണ് ഞങ്ങളുടെ അരങ്ങേറ്റം നടത്തുന്നത്. അപ്പം ഞങ്ങളൊരു 7 പേരുണ്ട്. പിന്നെ ഈ 6 പേരും, ഈ 2 ബാച്ചുകാരാണ് അരങ്ങേറ്റത്തിന് ഉള്ളത്. ലേഡീസ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അരങ്ങേറ്റം. ഞങ്ങൾ 2 ഗ്രൂപ്പുകാരാണ് അരങ്ങേറ്റം പെർഫോം ചെയ്യുന്നത്. ഈ 6 പേരും ഞങ്ങൾ 7 പേരും. അമ്പലത്തിൽ നിന്ന് ചിലങ്കയൊക്കെ പൂജിച്ച് ഇറങ്ങി. പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ചെയ്തു വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട്. പാടിക്കൊണ്ടാടും മന്ദ പദമലർത്തൂടവും പാടിക്കൊണ്ടാടും പദമലർത്തൂ. അവിടുന്ന് പിന്നെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ICHC ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അവിടെ നടരാജ വിഗ്രഹത്തിന് മുന്നിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് പിന്നെ മീന ടീച്ചറും ഗായത്രിയും കൂടെ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ താലത്തിൽ ദക്ഷിണ കൊടുത്ത് ചിലങ്ക ഏറ്റുവാങ്ങുമായിരുന്നു. പിന്നെ ചിലങ്കയൊക്കെ കെട്ടിത്തന്ന് അങ്ങനെയായിരുന്നു അവിടെ വെച്ചിട്ടുള്ള ബാക്കി പരിപാടികൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം ആയിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുമെന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു നന്ദുവിൻ്റെ അരങ്ങേറ്റം കാണണം എന്ന്. അത് നന്ദുവിനെ പഠിപ്പിച്ചിരുന്ന സഹദേവൻ മാസ്റ്ററിൻ്റെ അടുത്തും ഷീല ടീച്ചറിൻ്റെ അടുത്തും ഞാൻ എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു. നന്ദു KG2 തൊട്ട് ഭരതനാട്യം പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പം നന്ദുവിൻ്റെ അരങ്ങേറ്റം കാണുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നന്ദുവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അരങ്ങേറ്റം അതിന് സ്റ്റേജ് ബുക്ക് ചെയ്തപ്പോഴും ഡേറ്റ് തീരുമാനിച്ചപ്പോഴും ഒക്കെ ഞാൻ എപ്പോഴും ആ ഡേറ്റ് മറക്കത്തില്ല. August 22 സാറ്റർഡേ ഞാനും പെർഫോം ചെയ്യുന്ന ഒരു സാറ്റർഡേ തന്നെയാണ്. അതെനിക്കൊരു ഭയങ്കര കോയിൻസിഡൻസ് കേട്ടോ. ആ ഡേറ്റ് എൻ്റെ നന്ദു പറഞ്ഞിരുന്നു നന്ദു സാറ്റർഡേ സൺഡേ ആണ്. നന്ദുവിൻ്റെ ഒറ്റയ്ക്കൊരു സോളോ പെർഫോമൻസ് ആയിരുന്നു സാറ്റർഡേയും സൺഡേയും. നെക്സ്റ്റ് ഡേ നന്ദുവിൻ്റെ ഫ്രണ്ടും. അപ്പോൾ നന്ദുവിന് ഫസ്റ്റ് സാറ്റർഡേ തന്നെ തീർത്തിട്ട് റിലാക്സ് ചെയ്തിരിക്കണം. അടുത്ത ദിവസം ഫ്രണ്ടിനെ കാണാനായിട്ട് റിലാക്സ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നന്ദു ഫസ്റ്റ് ഡേ ചൂസ് ചെയ്തത്. അപ്പം നന്ദു 7 ഐറ്റമാണ് പെർഫോം ചെയ്യാനിരുന്നത്. അപ്പം അതെല്ലാം നന്ദു ഇങ്ങനെ ടീച്ചറുമായിട്ട് ഷീല ടീച്ചറുമായിട്ട് സാറിനോട് അങ്ങനെ ഫ്രീ ആയിട്ട് നന്ദു സംസാരിക്കത്തില്ല. സാറിനെ കുറച്ച് റെസ്പെക്റ്റോടുകൂടി പേടിയാണ് സാറിനെ. പക്ഷേ ടീച്ചറിൻ്റെ അടുത്ത് നന്ദു ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും. ടീച്ചറുമായിട്ട് നന്ദു ഏതൊക്കെ ഐറ്റമാണ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാം ഭയങ്കര പ്രീ പ്ലാൻഡായിട്ട് വെച്ചിരുന്നതാണ്. മോഹിനിയാട്ടം മാത്രം പെർഫോം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരാളല്ല. നന്ദുവിൻ്റെ അരങ്ങേറ്റം കാണണമെന്നായിരുന്നു എപ്പോഴും എൻ്റെ ആഗ്രഹം. അപ്പം നന്ദുവിൻ്റെ ചിലങ്കയിട്ട് ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഭരതനാട്യം അരങ്ങേറ്റം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് തന്നതാണ് ഈ പഠിപ്പിക്കുന്ന ഗായത്രി ടീച്ചറാണ്. കാരണം നല്ല ഡിഫറൻസ് ഉണ്ട് മോഹിനിയാട്ടവും ഭരതനാട്യം തമ്മിൽ. ഒരു സ്റ്റിഫ്നെസ്സും മൂവ്മെൻറ്റ്സും ഒക്കെ.
അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്, കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട് ചെയ്യാനായിട്ട്. ഈ മുട്ടുവേദനയൊക്കെ വെച്ചിട്ട് ഗായത്രി നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ ആ ചിലങ്ക ഏറ്റുവാങ്ങിയപ്പോഴത്തേക്കും കുറേ നേരമായിട്ട് എനിക്ക് ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വല്ലാത്തൊരു വിറയിലും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നെ അവസാനം പേര് വിളിച്ചപ്പോഴത്തേക്കും അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു, ഭയങ്കര വികാരങ്ങളൊക്കെ വന്നു. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നിന്ന് എല്ലാവരെയും ഒക്കെ കരയിച്ചു എന്ന് വെച്ചാൽ ഈ മൊമെൻറ്റ്സൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്ന മൊമെൻറ്റ്സാണ്. നന്ദുവിൻ്റെ ഫോട്ടോഷൂട്ടും ആ ഇൻവിറ്റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നതും ഒക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ആഗ്രഹങ്ങളുള്ള ഡ്രീം ഉണ്ടായിരുന്നൊരു മൊമെൻറ്റ്സാണ്. കാർഡിന് വേണ്ടി ഇതൊക്കെ ചെയ്യിക്കുന്നതൊക്കെ. അപ്പം ആ നന്ദുവിൻ്റെ ചിലങ്ക ഏറ്റുവാങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നമ്മൾ അടക്കി വെച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ നന്ദുവിന് വേണ്ടി കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന അതൊക്കെയാണ് പുറത്തോട്ട് വന്നത്. അപ്പം എത്ര കൺട്രോൾ ചെയ്താലും ആ സമയത്ത് ആ മനസ്സിൽ കൺട്രോൾ നിന്നില്ല. ഞാൻ ആരുടെ മുന്നിൽ ഒരിക്കലും കരയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷെ ആ മൊമെൻറ്റിൽ ആ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളിൽ നിന്നില്ലത്, കരഞ്ഞുപോയി അറിയാതെ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിലാകെ കരഞ്ഞുപോയി. കുഴപ്പമില്ല, ഒരിക്കലും സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിന് കൈവിട്ട് പോയി, സാരമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഗായത്രി തന്നെ എല്ലാവർക്കും ചിലങ്കയൊക്കെ കെട്ടിത്തന്നു. നന്ദു തന്നെ അതിനകത്ത് ചിലങ്കയിൽ നന്ദിത എന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ പ്രാവശ്യവും പൂജയെടുപ്പിൻ്റെ സമയത്ത്, നവരാത്രി സമയത്ത് ചിലപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂജിക്കാൻ വെക്കുമായിരുന്നു കലാക്ഷേത്രത്തിൽ. അപ്പം പേരെഴുതി കൊടുക്കണം. അപ്പോൾ നന്ദു തന്നെ നന്ദുവിൻ്റെ ചിലങ്കയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ചിലങ്കയിൽ ഞാനും നിഷ അങ്ങനെ അവരവരുടെ ചിലങ്ക അവരവർ പേരെഴുതി വെക്കുമല്ലോ. അപ്പോൾ നന്ദുവിൻ്റെ ചിലങ്ക അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കുള്ള വികാരം വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, ഇത് കുമ്പളങ്ങിയിലുള്ള ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേ മോഡൽ ഒരു റിസോർട്ടാണ്. അങ്ങോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിലങ്ക പൂജ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവണം. ഞങ്ങളുടെ അരങ്ങേറ്റം നല്ല ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി സെപ്റ്റംബർ 21 ശനിയാഴ്ച രാത്രിയിൽ 8:45 ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു വലിയ കാര്യമാണ്, എല്ലാവരുടെയും ലൈഫിലൊരു വലിയ സംഭവമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കൊരു വലിയ കാര്യമാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ